സർ, കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പോളണ്ടിനോട് ടെററിസത്തിനോട് സീറോ ടോളറൻസ് ആവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രസ്താവന പറയുണ്ടായി. അത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടത്? ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ എന്താണ്? അതിനെപ്പറ്റി അത് സർ എനിക്ക് ഡീറ്റെയിൽ എനിക്ക് തോന്നുന്നത് ഈ ശ്രീനിവാസന്റെ സിനിമ എന്തോ കണ്ടിട്ടാണ്, അതിൽ പ്രചോദനം കൊണ്ടിട്ടാണ് ഈ ജയശങ്കർ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. സന്ദേശം സിനിമ കണ്ടു കാണും. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞ പുള്ളി എങ്ങനെ തെറ്റിട്ട് മരിച്ചൊരു മലയാളം നല്ല അറിയില്ലായിരിക്കും. അപ്പൊ പോളണ്ട് ഒരു അക്ഷരം മിണ്ടല്ലേ എന്നാക്കി പുള്ളി പറഞ്ഞു. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം പറയരുത്, പോളണ്ട് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പോളണ്ടിലെ പോളിഷ് ഫോറിൻ മിനിസ്റ്ററോട്. അത് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ അവര് പാകിസ്ഥാന് ടെററിസ്റ്റ്, ക്രോസ് ബോർഡർ ടെററിസ്റ്റിന് വേണ്ട സഹായങ്ങൾ ഒന്നും ചെയ്യരുത്, അവരുടെ പ്രവൃത്തികളൊന്നും പാകിസ്ഥാന്റെ ക്രോസ് ബോർഡർ ടെററിസ്റ്റിനെ സഹായിക്കുന്നതാകരുത്. അത് പറയുന്നൊരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഈ കാശ്മീരിൽ പാകിസ്ഥാനിൽ വന്നപ്പം, നേരത്തെ ഒരു ഒക്ടോബറിലൊക്കെ വന്നപ്പം ഈ ഫോറിൻ മിനിസ്റ്റർ, പോളിഷ് ഫോറിൻ മിനിസ്റ്റർ വന്നപ്പം പാകിസ്ഥാനും കൂടെ ചേർന്ന് കശ്മീർ ഇഷ്യൂ അത് ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പൊ അതാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അപ്പൊ അങ്ങനെയാണെങ്കിലും അത് ഒക്ടോബറിലാണ് വന്നത്. 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ ഇടയ്ക്ക് ശ്രീനിവാസൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഈ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം പറയരുത് എന്ന് പറഞ്ഞ സാധനം ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കാം കേട്ടോ, എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും പുള്ളി ഇങ്ങനെ ഒരു വാണിംഗ് പോലെയൊക്കെ പറയുന്നുണ്ട് ഈ പോളിഷ്. കാരണം നമ്മുടെ അയൽവക്ക രാജ്യങ്ങളെയൊക്കെ വിട്ട് നമ്മളിപ്പോ യൂറോപ്യൻ രാജ്യങ്ങളോടൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തു തുടങ്ങുന്നു. അത് അമേരിക്കയിലെ പ്രസിഡന്റ് ഉണ്ടല്ലോ, അത് എനിക്ക് പലപ്പോഴും തോന്നുന്നത്, ഈ ഒരു ഭ്രാന്ത് പിടിച്ച കുരങ്ങന് ചാരായം കൂടെ കൊടുത്താൽ എന്തൊക്കെ കാണിക്കും അതൊക്കെ അയാൾ അവിടെ കാണിക്കുന്നുണ്ട്. അയാൾ എന്തൊക്കെയോ കാണിക്കുന്നു. അവര് കാണിക്കുമ്പോൾ അമേരിക്കക്ക് ഇയാളിത് കാണിക്കുമ്പോൾ അമേരിക്ക ഒരു സ്ട്രോങ് ഫോഴ്സ് ആണ്, ഇക്കണോമിക്കലി സ്ട്രോങ് ഫോഴ്സ്, മിലിറ്ററി സ്ട്രോങ് ഫോഴ്സ് എല്ലാം. അവര് ചില കാര്യങ്ങൾ കാണിക്കും. അപ്പൊ അത് കണ്ട് നമ്മളും എന്തൊക്കെയോ കാണിക്കുന്നു. ആ കിരീടം സിനിമയില് മോഹൻലാൽ നടക്കുമ്പോൾ പുറകിൽ കൊച്ചിൻ ഹനീഫ നടക്കുന്നില്ലേ, അതൊരു നടത്തിയാണ് എനിക്ക് ഇന്ത്യയുടെ പല കാര്യങ്ങളിലും ഇന്ത്യ എടുക്കണ കാണുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞപ്പോൾ നമ്മൾ തോന്നും നമ്മളൊരു ദരിദ്ര രാജ്യമാണ്. 24 കോടി ജനങ്ങൾ, ഒരു ദിവസം ശരാശരി 33 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർ. 33 രൂപ എന്ന് പറയുമ്പോൾ ഒരു 3 തട്ട് ദോശ മേടിച്ച് ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ചായ കൂടെ കുടിക്കാനുള്ള പണം ഇല്ല. അങ്ങനെ ദിവസ വരുമാനം അതിൽ കുറവുള്ള 24 കോടി ജനങ്ങൾ ജീവിക്കുന്ന ദരിദ്ര രാജ്യം ആണ് ഇന്ത്യ. ബാക്കി കണക്കുകളൊക്കെ വെറുതെ. ഇന്ത്യയിൽ അതേസമയം ലോകത്തിലെ സമ്പന്നരായ കുറച്ച് മനുഷ്യരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് നമ്മൾ ആവറേജ് എടുക്കുമ്പം പെർ ക്യാപിറ്റ ഇൻകം എടുക്കുന്നൊക്കെ ഭയങ്കര തമാശകളാണ്. എനിക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മാസം വരുമാനമുണ്ട്, എനിക്ക് 20,000 രൂപ വരുമാനമുണ്ട്. രണ്ടുപേരുടെയും കൂടെ കൂട്ടിച്ചേർത്തി 1,20,000 ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം 60,000 രൂപയാണ് അല്ലേ? ഡിവൈഡ് ചെയ്യുന്ന അങ്ങനെയാണ്. പക്ഷെ അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇത്തരം നമ്പറുകളാണ് നമ്മളോട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ആകെ ജനസംഖ്യയേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇന്ത്യയിലെ ദരിദ്രർ എന്ന് പറയുന്നത്. ആ ദരിദ്ര രാജ്യമായ ഇന്ത്യ ആ കാര്യങ്ങൾ നോക്കാതെ ഈ കിരീട സിനിമയിലെ കൊച്ചിൻ ഹനീഫയെ പോലെ ഇങ്ങനെ കയ്യും പിരിച്ചിങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിത് പറയുമ്പോൾ ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രി ഫോറിൻ അഫയേഴ്സിൽ വിദേശ രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഇടപെട്ട ചരിത്രം, ഇന്ത്യ എന്തെല്ലാം ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അവരുടെ മണ്ണിൽ നടത്തിയിട്ടുണ്ട് എന്ന ചരിത്രം കൂടെ ഓർത്താൻ നന്നായിരിക്കും. ആ ചരിത്രമാണ് ഞാൻ പറയുന്നത്. അതായത് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യയും പിന്നെ പാകിസ്ഥാനും ആയിട്ട് രണ്ടായിട്ട് ഭാഗിക്കുന്നല്ലോ. പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരു ഒറ്റ പ്ലോട്ടായിട്ടാണ്. പാകിസ്ഥാൻ 2 ഘടകങ്ങളാണ്. ഒന്ന് വെസ്റ്റ് പാകിസ്ഥാൻ, അതായത് പഞ്ചാബ് ആ ഏരിയയിൽ, മറ്റൊരു ഈസ്റ്റ് പാകിസ്ഥാൻ, ബംഗാളിന്റെ അവിടെയുള്ളത്. ഇത് രണ്ടും തമ്മിൽ 1600 കിലോമീറ്ററോളം ഇന്ത്യൻ ടെറിട്ടറി ഉണ്ട്. അതായത് 2 കഷ്ണമായിട്ട് കിടക്കുന്ന പാകിസ്ഥാൻ, നടുവിൽ ഇന്ത്യ. ഇതാണ് അതിന്റെ പൊസിഷൻ. ഇത് രണ്ടും കൂടെ ചേർന്നായിരുന്നു പാകിസ്ഥാൻ. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് എപ്പോഴും ഇന്ത്യയുടെ ജന്മം തൊട്ട് തന്നെ പാകിസ്ഥാൻ നമ്മുടെ ശത്രുക്കളാണ്. പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും വരുന്നു. അപ്പോൾ ഒരു ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ 2 ഭാഗത്തു നിന്ന് ഇന്ത്യ അവർ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അതുകൊണ്ട് എപ്പോഴും നമുക്ക് അതൊരു ത്രെട്ടായിരുന്നു. അപ്പോഴും പാകിസ്ഥാന്റെ കാര്യത്തിൽ അവർ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും തമ്മിൽ ജോഗ്രഫിക്കലിയും കൾച്ചറലിയും ആശയപരമായിട്ടും ഒക്കെ വളരെ വ്യത്യാസവും വ്യത്യസ്തരുമായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ ഈ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ സ്ഥലത്തെ ആളുകൾക്ക് അവരെപ്പോഴും
അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. അവർക്കൊരു ബംഗാൾ എത്നിക് ഐഡന്റിറ്റിയാണുള്ളത്. അവർ ബംഗാളി ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ എതിരായിട്ട് പാകിസ്ഥാൻ 1948 ഒരു നിയമം കൊണ്ടുവരുന്നു, ഉറുദു നിർബന്ധമാക്കിയിട്ട്. അപ്പൊ അവിടെ ബംഗാളി സംസാരിച്ചുകൂടാ, ഉറുദു മാത്രമായിട്ട് സോൾ നാഷണൽ ലാംഗ്വേജ് ആയിട്ട് കൊണ്ടുവരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലെ ആളുകൾ, ദാറ്റ്സ് ഈസ്റ്റ് പാകിസ്ഥാൻ, അവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ബംഗാളിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ നോക്ക്, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഹിന്ദിയെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനം ഒരുപക്ഷെ തമിഴായിരിക്കാം. ഹിന്ദിയേക്കാൾ എത്രയോ സമ്പന്നമാണ് തമിഴ് ഭാഷ. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് എം കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ സാഹിത്യ നിരൂപകൻ ഒരു കമന്റ് പറഞ്ഞിരുന്നു, ഹിന്ദിയിൽ 2 ഉത്കൃഷ്ട കൃതികളേ ഉള്ളൂ. ഒന്ന് തുളസിദാസിന്റെ രാമചരിതമാനസ്, 2 റെയിൽവേ ഡയറക്ടറി. മനസ്സിലായോ? അത്ര തമാശയായിട്ട് അയാൾ പറഞ്ഞു. നമ്മൾ അവരുടെ വലിയ കവികളൊക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ അമിതാഭ് ബച്ചന്റെ അച്ഛൻ ഹരിവംശ റായ് ബച്ചൻ ഒരു വലിയ കവിയായിരുന്നു എന്ന് പറയുന്നു. അയാൾ ഒരു സ്ട്രീം ഓഫ് ഉണ്ടാക്കുന്നുണ്ട്, ഹാലാവാദി കവിത എന്നാണ്. ഹാലാവാദി കവിതകൾ വിപ്ലവകരമായ കവിതകളാണ്. അപ്പൊ ബംഗാൾക്ക് അക്കാലം എന്നൊക്കെ ഒരാളുടെ ഖണ്ഡകാവ്യമൊക്കെ, ഒരു കാവ്യമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഹിന്ദി പഠിച്ചിരുന്നതാണ്, അപ്പൊ ഞാനിത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഭയങ്കര രസം അയാളുടെ വിപ്ലവം അയാൾ യൂസ് ചെയ്യുന്ന ചില വാക്കുകളാണ്. സുരേന്ദ്രനാഥ് ബാനർജി എന്നൊരു നേതാവ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പുള്ളി ഇതിന് സുരേന്ദ്രനാഥ്, സറണ്ടർ നോട്ട്, ഇതിലാണ് രണ്ടും ഹിന്ദിയിലേക്ക്. സുരേന്ദ്രനാഥ്, സറണ്ടർ നോട്ട്. സറണ്ടർ നോട്ട് എന്നുള്ളത് ഇംഗ്ലീഷാണ്. അപ്പൊ സുരേന്ദ്രനാഥ് അത് അങ്ങനെ ചില വാക്കുകളുടെ ഉച്ചാരണം കൊണ്ട് ചില വിപ്ലവം ഉണ്ടാക്കുന്ന തലത്തിനപ്പുറം ഉയരാത്ത കവികൾ, നമ്മുടെ പ്രേംചന്ദിനെയോ ഒക്കെ എടുക്കുന്ന ആ കഥകളൊന്നും വലിയ ഗ്രേറ്റ് ഷോർട്ട് സ്റ്റോറീസ് ഒന്നും അല്ല കേട്ടോ. അതിങ്ങനെ കൊട്ടിഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അതെന്നിട്ട് ഇമ്പോസ് ചെയ്യുന്നു ആ ഹിന്ദി. അപ്പൊ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്ന ആളുണ്ട്, റെസിസ്റ്റ് ചെയ്യാത്തവരുണ്ട്. ഈ ഈസ്റ്റ് ബംഗാളിലെ ജനങ്ങൾ റെസിസ്റ്റ് ചെയ്തു. അതൊരു പ്രധാന കാരണമായിരുന്നു. അപ്പൊ അതിനുശേഷം അവർക്ക് ഈസ്റ്റ് ബംഗാളിലെ ഈസ്റ്റ് പാകിസ്ഥാനിലെ ആളുകൾ, അപ്പം വെസ്റ്റ് പാകിസ്ഥാനിലെ ഭരണകൂടത്തിന് എപ്പോഴും ഭരണകൂടം ഇവരോട് അന്യായം ചെയ്യുന്നൊരു ഫീലിംഗ് ഇവർക്കുണ്ടായിരുന്നു. അപ്പൊ ഒരു ഡിസംബർ അവാമി ലീഗ് എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നു. അത് മുജിബുർ റഹ്മാനാണ് അതിന്റെ നേതാവ്. അപ്പൊ അവാമി ലീഗ് ഈ ഈസ്റ്റ് പാകിസ്ഥാനിന്റെ കൾച്ചറൽ, ലിംഗ്വിസ്റ്റിക് ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു ആ രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ച. അപ്പൊ അവിടെ ഇലക്ഷന് നടക്കുമ്പോഴത്തേക്ക് അവിടുത്തെ 1970 ഇലക്ഷന് ഈ ബംഗ്ലാദേശ് നമ്മൾ ഇന്ന് പറയുന്ന ഈ സ്ഥലത്ത് അവാമി ലീഗിന് വലിയ ഭൂരിപക്ഷം കിട്ടുന്നു. അപ്പൊ അതിനെ ജനറൽ യാഹ്യാക്കാനും സുൽഫിക്കർ അലി ഭൂട്ടയൊക്കെ ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട് അതിനെ. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ബംഗ്ലാദേശിലെ ഇൻഡിപെൻഡൻസ് മിലിഷ്യ, അവർക്ക് മുക്തി ബാഹിനി എന്നുള്ളതാണ്. ഈ മുക്തി ബാഹിനി വാസ്തവത്തിൽ അതിന് ട്രെയിനിങ് കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു മുഴുവൻ ഇന്ത്യയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ സ്ഥലം പാകിസ്ഥാന്റെ കീഴിലായിരുന്നു, പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു. അവർക്ക് സ്വന്തമായി മിലിറ്ററി ഇല്ലായിരുന്നു. അവർക്ക് മിലിറ്ററി എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ മിലിറ്ററിയാണ്. പാകിസ്ഥാന്റെ മിലിറ്ററി അവരുടെ ഗറില്ല വാർഫെയർ ട്രെയിനിങ് കൊടുക്കൂലല്ലോ. ആ ഗറില്ല വാർഫെയർ ട്രെയിനിങ് കൊടുക്കുന്ന മുഴുവൻ റിസർച്ച് ആൻഡ് അനാലിസിസും ഇന്ത്യയുടെ ആർമിയുമായിരുന്നു. അവിടുത്തെ രാജ്യത്തിനെതിരെ നടക്കുന്ന സിവിൽ വാർ, ഇന്റേണൽ സ്ട്രൈഫിന് ഒരു ഗ്രൂപ്പിന് വേണ്ട സാമ്പത്തിക സഹായവും മിലിറ്ററി ട്രെയിനിങ്ങും എല്ലാം കൊടുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഇന്ത്യയുടെ മിലിറ്ററിയാണ്, ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ കീഴിലാണ് നടക്കുന്നത്. അപ്പൊ ഈ മൂവ്മെന്റിനെ തകർക്കാനായിട്ട് പാകിസ്ഥാൻ ആർമി അവർ കാണിക്കാവുന്ന എല്ലാ അട്രോസിറ്റീസും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഒരു 15ഓളം റെഫ്യൂജീസ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് 1970 എന്ന കാലഘട്ടത്തിൽ. അപ്പൊ എന്ത് പറ്റി? ഇന്ത്യ അതിനകത്ത് ഇന്ദിരാഗാന്ധി അതിൽ പ്യൂർലി ഹ്യൂമാനിറ്റേറിയൻ റീസൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടപെടുന്നു. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം ഉണ്ടാകുന്നു. രസം എന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം നടക്കുന്നത് പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ചാണ് ഇന്ത്യ നടത്തുന്നത്. പാകിസ്ഥാന്റെ ഭാഗമാണല്ലോ ഇന്ന് പറയുന്ന ബംഗ്ലാദേശ്, അന്ന് 71 മുമ്പ്. അപ്പൊ അവിടെ പോയിട്ടാണ് ഇന്ത്യൻ മിലിറ്ററി യുദ്ധം ചെയ്യുന്നത്. ഇന്ത്യൻ മിലിറ്ററി യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ തോക്കുന്നു, പാകിസ്ഥാൻ തോക്കുന്നു. അപ്പം അതിനെ തുറന്നിട്ടാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു രാജ്യം, നമ്മളെന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നത്. അപ്പൊ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യയാണ്. പാകിസ്ഥാനെ രണ്ടായിട്ട് വിഭജിച്ചതിൽ പ്രധാന പങ്ക് ഇന്ത്യക്കാണ്. ഇന്ത്യയുടെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മിലിറ്ററി ആൻഡ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ആ ജനതയ്ക്ക് ഒരു രാജ്യം സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയത്തില്ലായിരുന്നു. ഒരുപക്ഷെ അവരെ ബ്രൂട്ടലായിട്ട് പാകിസ്ഥാൻ ആർമി അവരെ അടിച്ചൊതുക്കുമായിരുന്നിരിക്കാം, നമുക്കറിയില്ല. ഏതായാലും അങ്ങനെയാണ്.
അപ്പം പക്ഷെ ഇന്ത്യ എന്താന്ന് വെച്ചാൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആംഗിളിലൊക്കെ പറയുന്ന ഒരു മിലിറ്ററി സ്ട്രാറ്റജിക് നമ്മുടെ ഒരു മൂവ് ആയിരുന്നു. കാരണം ഒരു പാകിസ്ഥാനായിട്ട് യുദ്ധം വരുമ്പോൾ വെസ്റ്റേൺ സൈഡിൽ നിന്നും ഈസ്റ്റേൺ സൈഡിൽ നിന്നും ആർമി നമ്മളെ അറ്റാക്ക് ചെയ്യില്ലേ, അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മിലിറ്ററി സ്ട്രാറ്റജി ആയിരുന്നു നമ്മൾ അത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ക്രോസ് ബോർഡർ ടെററിസത്തെ കുറിച്ച്, പാകിസ്ഥാനിൽ വരുന്ന ക്രോസ് ബോർഡർ ടെററിസത്തെ കുറിച്ച്, കാനഡ ഖലിസ്ഥാനികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഓർക്കണം. നമ്മൾ പണ്ട് ചെയ്തതാണ് ഈ മറ്റുള്ളവർ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം മനുഷ്യത്വപരവും, മറ്റുള്ളവർ ചെയ്യുമ്പം വളരെ മോശം പ്രവൃത്തിയുമാണ്. നമുക്ക് എന്ത് ഐറ്റം ഉണ്ടായിരുന്നത് ബംഗ്ലാദേശിൽ യുദ്ധത്തിൽ ഇടപെടാൻ? കാരണം കാശ്മീർ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കാശ്മീരിനെ പാകിസ്ഥാന്റെ കുറെ ആളുകൾ വന്നവർ അറ്റാക്ക് ചെയ്യുമ്പോൾ കാശ്മീരിലെ രാജാവ് ഹരിസിംഗ് നമ്മളോട് സഹായം ചോദിക്കുന്നു. അപ്പൊ കാശ്മീർ സ്വതന്ത്ര രാജ്യമാണ്. അപ്പൊ അന്ന് ഇന്ത്യ പറയുന്നത് നിങ്ങൾ സ്വതന്ത്ര രാജ്യമാണ്, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടപെടാനൊക്കെ ഇല്ല. അങ്ങനെ ഇടപെടണമെങ്കിൽ ആ ആവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ കരാർ ഒപ്പിടണം. അങ്ങനെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് ഓഫ് അസോസിയേഷൻ ഒപ്പിടുന്നത്. ആ ലോജിക്ക് എന്തുകൊണ്ട് ഇവരോട് പറഞ്ഞില്ല? ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ അത് ഇടപെടുന്നില്ലല്ലോ, നമ്മൾ നേരിട്ട് ഇടപെടുകയല്ലേ ചെയ്യുന്നത്. ഇനി ഇന്ന് അത് അപ്പൊ 1947 തൊട്ട് തന്നെ പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണ്. പക്ഷെ ഇന്നോ ബംഗ്ലാദേശും നമ്മുടെ ശത്രുവാണ്. ഇന്ത്യക്കാരെ ബംഗ്ലാദേശിൽ നമ്മൾ റീസെന്റ് ആയിട്ട് വായിക്കുന്നില്ലേ, തല്ലിക്കൊല്ലുന്ന ആളുകൾ. ബംഗ്ലാദേശ് നമ്മുടെ ശത്രുവാണ്. മാത്രമല്ല ഇപ്പൊ ഈ പുതിയ വാർത്ത 2020 ലോകകപ്പിന് ഇന്ത്യയിലേക്ക് ഇല്ല എന്ന് ബംഗ്ലാദേശ് ഡിക്ലെയർ ചെയ്തു. അത്രമാത്രം നമ്മൾ ബംഗ്ലാദേശോട്ട് സൗഹൃദമായി നമ്മൾ ഉണ്ടാക്കി കൊടുത്ത രാജ്യം. അത് ആ കാര്യം ഇരിക്കട്ടെ. അടുത്ത ശ്രീലങ്കയിലേക്ക് വരാം. ശ്രീലങ്കയിൽ നല്ല ശതമാനം തമിഴ് പോപ്പുലേഷൻ ഉണ്ട്, എസ്പെഷ്യലി ജാഫ്ന, ട്രിങ്കമാലിയൊക്കെ ആ ഏരിയയിലൊക്കെ. അപ്പൊ അവിടെ അവർക്ക് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിരുന്നു ശ്രീലങ്കൻ ബുദ്ധിസ്റ്റുകളുടെ നിന്ന്. അത് വസ്തുതയാണ്. ശ്രീലങ്കൻ ബുദ്ധിസ്റ്റുകൾ ശ്രീലങ്കയിലെ തമിഴരെ മൈഗ്രൻസ് ആയിട്ട് കാണുന്നു. അതുകൊണ്ട് അവരോട് ഭയങ്കരമായ ഡിസ്ക്രിമിനേഷൻ കാണിച്ചിരുന്നു. ഇതൊക്കെ വസ്തുതയാണ്. അവരോട് ഒരുപാട് അവരെ ഉപദ്രവിച്ചിരുന്നു. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് കുറെ സംഘടനകൾ ഉണ്ടാകുന്നു. തമിഴത്തില് പ്രത്യേകമായിട്ട് ശ്രീലങ്കയിൽ നിന്ന് തമിഴരുടെ ഒരു രാജ്യം ഉണ്ടാകണം എന്നാവശ്യപ്പെടുന്നു. അതൊരു പ്രധാനപ്പെട്ടത് LTT ആണ് ഏറ്റവും അവസാനം വരുന്നത്. പിന്നെ തമിഴ് ഈലം ലിബറേഷൻ ഓർഗനൈസേഷൻ ടെലോ എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. പീപ്പിൾ ലിബറേഷൻ ഓർഗനൈസേഷൻ തമിഴ് ഈലം എന്ന് പറഞ്ഞ പ്ലോട്ട് എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. ഈലം പീപ്പിൾസ് റെവല്യൂഷണറി ലിബറേഷൻ ഫ്രണ്ട് EPRLF എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. ഈലം റെവല്യൂഷണറി ഓർഗനൈസേഷൻ എറോസ് എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. ഇത്രയും സംഘടനകളുടെ എല്ലാം പ്രവർത്തന മേഖല, അവരുടെ പ്രധാന ഓഫീസ് കാര്യാലയങ്ങൾ എന്ന് പറയുന്നത് ചെന്നൈയിലായിരുന്നു. ഇന്ത്യയിലെ ചെന്നൈയിൽ. ഈ ചെന്നൈയിൽ വെച്ചാണ് ബാക്കി ഈ എല്ലാ സംഘടനകളുടെയും നേതാക്കന്മാരെ പട്ടാപ്പകല് LTT നേതാക്കൾ വെടിവെച്ച് കൊല്ലുന്നത്. അത് അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇടപെടുന്നില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ വേറെ ഒരു രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന അതിന്റെ ഡിവിഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ സംഘടനകൾ ചെന്നൈയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കൊല്ലപ്പെടുത്തുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇടപെട്ടിട്ടില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ എല്ലാവരും പോയിട്ട് ഒരാൾ മാത്രം വരിക. LTT ആയിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ ഫേവർ ആയിരുന്നു. അവർ വരുമ്പോൾ അവർ വഴി നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നുള്ളായിരുന്നു. അതായിരുന്നു ഇന്ത്യയുടെ. അപ്പം ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ഇന്ത്യയുടെ സ്പെസിഫിക്കലി അവരാണ് LTTക്കാരെ ട്രെയിൻ ചെയ്യിക്കുന്നത് early 80s. മാത്രമല്ല ഇന്ത്യ അവർക്ക് മോണിറ്ററി സപ്പോർട്ട് കൊടുത്തിരുന്നു, വെപ്പൺസ് കൊടുത്തിട്ടുണ്ട് LTTക്ക്. LTT എന്താണ്? ശ്രീലങ്കയിൽ രണ്ടായിട്ട് പിളർത്തി ഒരു രാജ്യം ഉണ്ടാക്കണം എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയല്ലേ. അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, പണവും കൊടുത്തിട്ടുണ്ട്. 83 to 87 വരെ കൊടുത്തിരുന്നു. അതിന്റെ മാത്രമല്ല അതിന്റെ പൊളിറ്റിക്കൽ അഡ്വൈസർ എന്ന് പറഞ്ഞ LTTയുടെ ആന്റോൺ ബാലസിംഗം, അതുപോലെ അവർ പ്രമുഖനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു സദാശിവം ഏലിയാസ് കൃഷ്ണകുമാർ കിട്ടു എന്ന് പറയുന്ന ആള്. അതിലൊരു കാലൊക്കെ പോയതാണ്. അവരൊക്കെ ഇന്ത്യയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും 1987 ഇന്ത്യ ശ്രീലങ്ക ഗവൺമെന്റുമായിട്ട് ഒരു കരാർ ഒപ്പിടുന്നു. എന്ന് വെച്ചാൽ ഈ LTTയെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടാണ്. LTTയെ വെപ്പണൈസ് ചെയ്തതിനകത്ത് ഇന്ത്യക്ക് വലിയ പങ്കുണ്ട്. ഇപ്പം LTTയെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് അതിനാണ് നമ്മൾ IPKFന് അയക്കുന്നത്. IPKFന് അയക്കുമ്പോൾ അവര് തമിഴ് ഈലംസ് വെൽക്കം ചെയ്യുന്നു. കാരണം അവരുടെ ഒരു പഴയ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അവരിതിനെ കാണുന്നത്, ഇന്ത്യയെ കാണുന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് ഇന്ത്യ ഒരു പ്രൊട്ടക്ടർ, അതിൽ LTTയെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രൊട്ടക്ടർ റോളിൽ നിന്നൊരു അഗ്രസറായിട്ട് മാറുകയാണ്. ലീവിങ് ബിഹൈൻഡ് മാസക്കർ നടത്തുന്നു, ധാരാളം സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നു, പല ആളിലും കാണുന്നില്ല. വല്ലാത്തൊരു അവസ്ഥ അവിടുത്തെ തമിഴർക്ക് വരികയാണ്, അവർ LTTയുടെ ആളുള്ള. അപ്പൊ അതിനിടയ്ക്ക് LTTയുടെ ദിലീപനാണ് അയാള് നിരാഹാരം കിടക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. പ്രധാന ഒരു സംഭവം വരുന്നത്
12 സീനിയർ LTT ഫൈറ്റേഴ്സിനെ അവർ IPKFന്റെ ഓഫീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ച് അവർ കമ്മിറ്റഡ് സൂയിസൈഡ്. കാര്യം വെച്ചാൽ IPKF അവരെ തമിഴ് ഗവൺമെന്റിന് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയായിരുന്നു. മനസ്സിലായോ? അപ്പൊ ബാൻഡൻ ബാലസിംഗ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇറ്റ് വാസ് ദ സ്ട്രോ ദാറ്റ് ബ്രോക്ക് ദ കാമൽസ് ബാക്ക് ഇൻ ടേംസ് ഓഫ് ദ ടെൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് LTT. അപ്പൊ അവരെ സംബന്ധിച്ച് LTT വളർത്തിക്കൊണ്ടുവന്നവര് അവരെ ഇല്ലാതാക്കുന്നത് LTT കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ ഉണ്ടാകുന്നു. അപ്പൊ IPKFനെ, ഇന്ത്യ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അവരവസാനം പറയുന്നത്, കാരണം ഹൺഡ്രഡ്സ് ഓഫ് തമിഴ് വിമൻ വെർ ബ്രൂട്ടലി റേപ്ഡ്, മോസ്റ്റ് ഓഫ് ദം വെർ ഡൺ ടു ഡെത്ത് ആഫ്റ്റർ സെക്ഷൽ വയലൻസ്. അപ്പൊ LTT പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അവർ പറയുന്നത് IPKF എന്ന് പറഞ്ഞാൽ ഇന്ത്യ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്നുള്ള, അത് അതിന്റെ അർത്ഥം ഇപ്പം ഇന്നസെന്റ് പീപ്പിൾസ് കില്ലിംഗ് ഫോഴ്സ് എന്നുള്ളതാണ് എന്നവർ പറയുകയാണ്. അത്രയും അവസ്ഥയിൽ ഇവരെത്തി. എന്നിട്ട് ആ സമയത്ത് പ്രേമദാസ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ പ്രേമദാസ പറയുന്നുണ്ട്, ഞാൻ അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ പട്ടികളെ ഇവിടുന്ന് ഓടിക്കും. അതാണ് ഉപയോഗിച്ച പേര്, ഇന്ത്യൻ ഡോഗ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ആ ഇന്ത്യൻ ഡോഗ്സ് അയാൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ആ ജനങ്ങൾ അയാൾ പറഞ്ഞ ആ വാദത്തിനെ അവര് അംഗീകരിക്കുന്നല്ലേ. അപ്പൊ നമ്മൾ നമ്മള് LTTയെ നമ്മളാണ് വെപ്പണൈസ് ചെയ്ത് സഹായിക്കുന്നത്. LTT നമ്മുടെ ശത്രുവായി. നമ്മൾ ആരെ സഹായിക്കാനാണ് അവിടെ പോയോ IPKF, ആ ജനത ഇന്ത്യക്കെതിരാകുന്നു. അങ്ങനെ ആ ഇന്ത്യക്കെതിരെ പറഞ്ഞ ഇന്ത്യൻ പട്ടികളെ പുറത്താക്കുന്ന പ്രേമദാസ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നു. അതിന് ശേഷം പുറത്താക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് വാസ്തവത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. കാരണം ഈ LTTയോട് അത്രമാത്രം അയാൾ ആ ഗവൺമെന്റ് അന്യായം കാണിച്ചതിന്റെയാണ്. ഞാൻ കൊലപാതകത്തെ ന്യായീകരിക്കില്ല. ഇതൊക്കെയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ നടന്നത്. ഇനി സിക്കിം 1642 to 1975 വരെ സിക്കിം ഭരിച്ചിരുന്നത് ചോഗ്യാൽ മൊണാർക്കി എന്ന് പറഞ്ഞാൽ അവരാണ് ഹെറിഡിറ്ററി ചോഗ്യാലുകളാണ്. അപ്പൊ സിക്കിം ഈ സ്വാതന്ത്ര്യം കിട്ടും, ഇന്ത്യ ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് കിങ്ഡമാണ്. ഭൂട്ടാൻ പോലെ ഒക്കെ ഒരു ഇൻഡിപെൻഡന്റ് കിങ്ഡമാണ് സിക്കിം. കാശ്മീർ പോലെ ഒരു ഇൻഡിപെൻഡന്റ് കിങ്ഡം. റോയുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞ ഒരു പദ്ധതി കൊണ്ടുവരികയാണ്. അത് സ്ട്രാറ്റജി വാസ് ടു അണ്ടർമൈൻ ആൻഡ് വീക്കൻ ചോഗ്യാൽ ത്രൂ അജിറ്റേഷൻസ് ലോഞ്ച്ഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ്. അത് കാസി ജംഗ്പ ദോർജെ സിക്കിം നാഷണൽ കോൺഗ്രസിന്റെ ലീഡറായിരുന്നു. അത് ഈ പിന്നെ വേറെ ലീഡേഴ്സ് ഇവരൊക്കെ വാസ്തവത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളായിരുന്നു. അതങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇവർക്കൊക്കെ ആന്റി ചോഗ്യാൽ ലീഡേഴ്സിനൊക്കെ യുണൈറ്റ് ചെയ്ത് നിൽക്കാനും ചോഗ്യാലിനെതിരെയുള്ള ലീഡേഴ്സ് ഒരുമിച്ച് നിൽക്കാനും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും എല്ലാം റായുടെ നേതൃത്വത്തിൽ കൊടുത്തിരുന്നു. ചോഗ്യാലിനെതിരെ സമരം നടന്നു. അതങ്ങനെ വരുമ്പോൾ 1973 ഏപ്രിൽ 4 ചോഗ്യാലിന്റെ 50ാമത്തെ ജന്മദിനമാണ്. അതിന്റെ സെലിബ്രേഷൻ നടക്കുമ്പോൾ അവിടെ വലിയമായിട്ട് ക്ലാഷ് ഉണ്ടാകുന്നു, മരണങ്ങൾ ഉണ്ടാകുന്നു. ചോഗ്യാലിന്റെ മകൻ ടെൻസിംഗ് വെളിയിൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അയാളെ ഒരുപാട് പേര് തടയുന്നു. അപ്പൊ സിക്കിം ഗാർഡ്സ് അയാൾക്കെതിരെ ആ തടഞ്ഞവർക്കെതിരെ വെടിവെക്കുന്നത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇത് ഭയങ്കരമായിട്ട് ഫ്ലെയർ അപ്പ് ചെയ്യുന്നത്. ഡോർജെ എന്ന് പറഞ്ഞ സിക്കിം നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് പറയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് പെട്ടെന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്ന് ഇന്ദിരാഗാന്ധി പറയുന്നു. അടുത്ത ദിവസം തന്നെ അവിടെ ഭയങ്കര അറസ്റ്റ് ആൻഡ് ലൂട്ടിംഗ് ഒക്കെ ഉണ്ടാകുന്നു. പക്ഷെ തൊട്ടടുത്ത ഏപ്രിൽ 8, 1973 ചോഗ്യാലിനെ ഒരു സൂയിസൈഡൽ ഡ്രാഫ്റ്റ് ഇന്ത്യ തയ്യാറാക്കി ഒപ്പിടാൻ നിർബന്ധമൊക്കെ വേണം. അതായത് അഡ്മിനിസ്ട്രേഷൻ വുഡ് ബി ടേക്കൺ ഓവർ ബൈ ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഒരു റെഫറൻഡം അവിടെ നടത്തുന്നു. റെഫറൻഡം നടത്തുന്നത് ഒരു 20,000 40,000 ഇന്ത്യൻ പട്ടാളക്കാരുണ്ട്. അവിടുത്തെ ആകെ ജനസംഖ്യ 2 ലക്ഷം ഉള്ളേ. ഇത്രയും പട്ടാളക്കാർ ഇരുന്നിട്ട് ഇന്ത്യൻ പട്ടാളക്കാർ ഇരുന്നിട്ട് റെഫറൻഡം നടത്തുന്നത്. ആ റെഫറൻഡത്തിൽ ചോഗ്യാലിനെതിരെ 97.5% ചോഗ്യാലിന്റെ ഭരണം വേണ്ട എന്ന് പറയുന്നു. അതോടുകൂടി ഇമ്മീഡിയറ്റ്ലി ഈ സിക്കിം നാഷണൽ കോൺഗ്രസിന്റെ ലീഡർ ഡോർജെ ഒരു മോഷൻ സിക്കിം പാർലമെന്റ് പാസ്സാക്കുന്നു ഇന്ത്യയോടൊപ്പം ചേരാനായിട്ട്. മനസ്സിലായോ? ഓൺ May 16, 1975 സിക്കിം എന്നൊരു രാജ്യം ഇല്ലാതാവുന്നു. ഇന്ത്യയുടെ 22ാമത്തെ സംസ്ഥാനമായിട്ട് മാറുന്നു. ഇതിനെ ആദ്യം ചൈന ഭയങ്കരമായിട്ട് എതിർത്തിരുന്നു. അപ്പൊ വാജ്പേയി ഗവൺമെന്റ് സമയത്ത് ടിബറ്റ് ഓട്ടോണമസ് റീജിയനെ നമ്മൾ അംഗീകരിക്കുന്നു. അംഗീകരിക്കുന്നതോടുകൂടി ചൈന സിക്കിമിന്റെ പ്രശ്നത്തിൽ നിന്ന് അവർ പിൻവലിയുന്നു. ഇനി വേറെ ഒരു രാജ്യമാണ് നമ്മുടെ മാൽഡീവ്സ് ആണ്. ഇപ്പൊ മാൽഡീവ്സ് മാർച്ച് 15, 2024 മാൽഡീവ്സിന്റെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മെസൂസ് പറയുന്നത് ഇന്ത്യൻ പട്ടാളമൊക്കെ അവിടുന്ന് എത്രയും പെട്ടെന്ന് പിൻവലിഞ്ഞ് പോകണം. അപ്പൊ ഇന്ത്യൻ പട്ടാളം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടെന്ന് നമ്മൾ കരുതണ്ട. ഒഫീഷ്യൽ ഏജൻസി 77 ഇന്ത്യൻ സോൾജേഴ്സും 12 മെഡിക്കൽ പ്രൊഫഷണൽസും ആണ് അവിടെ ഉണ്ടായിരുന്നത്. അത് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ ആ രാജ്യം അങ്ങനെയാണ് നിന്നിരുന്നത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മാൽഡീവ്സുമായിട്ട് നമുക്ക് പണ്ട് തൊട്ടുള്ള നല്ല ട്രേഡ് റിലേഷൻ ഉണ്ട്. 5 ലക്ഷം പേരാണ് അവിടെ ഉള്ളത്. 1998 അബ്ദുൾ ഖയ്യൂമിനെതിരെ ഒരു കൂ വന്നപ്പോഴത്തേക്കും ഇന്ത്യൻ
പട്ടാളം അവിടെ പോയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ പട്ടാളക്കാരുണ്ട് അവിടെ. പക്ഷെ പറ്റിയെന്ന് വെച്ചാൽ ഈ ചെറിയ 77 ഉള്ള പട്ടാളക്കാർ പോലും മാൽദീവ്സിന്റെ ഡൊമസ്റ്റിക് പോളിസികളിൽ കൈകടത്തുന്നു എന്ന ആരോപണം വരികയും അപ്പൊ ഈ മീസു ഇലക്ഷൻ നിൽക്കുമ്പം അയാൾ പറയണത് ഹി വാസ് റൈഡിങ് ഓൺ ആൻ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ. ഇന്ത്യയെ പുറത്താക്കുക എന്നുള്ളതാണ് അയാളുടെ ക്യാമ്പയിന്റെ മുഖ്യം കേട്ടോ. ഇന്ത്യൻ പട്ടികളെ പുറത്താക്കുന്ന പ്രേമദാസ പറഞ്ഞ പോലെ ഇന്ത്യയെ പുറത്താക്കുന്ന അയാൾ പറയുന്നത്. ഇന്ത്യ അത് കഴിഞ്ഞിട്ട് അവർ അയാൾ ജയിക്കുന്നു. അപ്പം ഇന്ത്യയുടെ പട്ടാളക്കാരെ അവിടുന്ന് പുറത്തു പോകാൻ പറഞ്ഞു. ഇന്ത്യ പട്ടാളക്കാരെ പുറത്തു പോകുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ അപ്പുറവും ഇപ്പുറവും ഉള്ള രാജ്യങ്ങൾ, കൊച്ചു രാജ്യങ്ങളിലൊക്കെ നമ്മൾ ചൈനയെടുത്ത് കളിക്കാൻ പോവില്ല. നമ്മൾ കൊച്ചു കൊച്ചു രാജ്യങ്ങളുടെ അടുത്ത് അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് അലമ്പാക്കി നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളോട് പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പോളണ്ടിനെ കുറിച്ച് പോളണ്ട് ഒരു ലക്ഷം ഉണ്ടല്ലെന്ന് ഈ ജയശങ്കർ പറയുമ്പം ജയശങ്കർ ഇതൊക്കെ അറിഞ്ഞൂടാഞ്ഞിട്ടൊന്നും അല്ല, റയീസ് അല്ലാതെ അറിഞ്ഞൂടാഞ്ഞിട്ടല്ല. പക്ഷെ ഇങ്ങനെയാണ് നമ്മുടെ ജനതയോട് നമ്മുടെ പോളിസികളെല്ലാം നമ്മുടെ ഭരണകർത്താക്കൾ പറഞ്ഞു കൊടുക്കുന്നത്. ചരിത്രം പാഠം മൂടി വെക്കും. അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോ പോളണ്ടുമായിട്ട് മാത്രമല്ലല്ലോ, മൊത്തത്തിൽ നമ്മൾ ഇന്ത്യ ചുമ്മാ വഴക്കുണ്ടാക്കുന്നു എന്നുള്ളൊരു ഫീലിലേക്ക് ഈ സംഭവം ചെന്ന് നിൽക്കുന്നത്. നമ്മൾ അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരുമായിട്ട് നിങ്ങൾ വഴക്കാണെങ്കിൽ, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരുമായിട്ട് വഴക്കാണെങ്കിൽ നിങ്ങളല്ലേ പ്രധാന വഴക്കാളി? അതെ, ഇതിപ്പോ എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞ ഒരു വാശിക്കാരനായ ഒരു കുട്ടിയുടെ ഇമേജ് ആക്കി തീർക്കുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്. നമ്മൾ നോക്കണം, ഇന്ത്യ, പാകിസ്ഥാനും ചൈനയും എല്ലാം നമ്മുടെ ബോർഡർ, അവരൊക്കെയാണ് നമ്മുടെ ശത്രുക്കളാണ്. പക്ഷെ പാകിസ്ഥാനും ചൈനയായിട്ട് സൗഹൃദമാണ്, ചൈനയും ശ്രീലങ്കയായിട്ട് സൗഹൃദമാണ്, ചൈനയും മാൽദീവ്സുമായിട്ട് സൗഹൃദമാണ്. നമ്മൾ ആരുമായിട്ടും സൗഹൃദമല്ല. അത് നമ്മുടെ മിസ്റ്റേക്കാണ്. ഇപ്പൊ നമ്മൾ PLO പലസ്തീനെ ആദ്യം ലോകത്ത് അംഗീകരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഒന്നാണ് ഇന്ത്യ. ആ ഫോറിൻ പോളിസി മാറ്റിയിട്ട് ഇസ്രായേലിൽ നടന്ന അതിക്രമങ്ങളെ നമ്മൾ അപലപിക്കാതിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഫോറിൻ പോളിസി മാറിയോ? എന്തിനു മാറി? വാട്ട് നെസസിറ്റേറ്റഡ് ദ ചേഞ്ച്? അതേസമയം നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞൊരു, ഞാനിപ്പോഴും അതൊരു സമ്പൂർണ്ണ ഹാസ്യ നാടകമാണ്. അത് നടന്നതിനിപ്പം അത് ഞാൻ നിർത്തിയെന്ന് ട്രംപ് പറയുമ്പം വി ആർ എ സോവറിൻ സ്റ്റേറ്റ്, യുദ്ധം പ്രഖ്യാപിക്കാനും നിർത്താനുള്ള റൈറ്റ് ഞങ്ങൾക്കാണ് എന്ന് ഈ വിദേശകാര്യമന്ത്രി പറഞ്ഞില്ലല്ലോ. 50 പ്രാവശ്യമാണ് അയാൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് ഐ സ്റ്റോപ്പ് ദ വാർ എന്ന്. അയാൾക്ക് നൊബേൽ സമ്മാനം കിട്ടാനുള്ള ക്ലെയിം ആയിട്ട് അയാൾ വെക്കണ പോലെ ഇതാണ്. അതെപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയോ വി ആർ എ സോവറിൻ സ്റ്റേറ്റ്, വി നോ ഹൗ ടു സ്റ്റോപ്പ് ദ വാർ എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അതാണ് ഞാൻ പറഞ്ഞ കിരീടത്തിലെ കൊച്ചിൻ അനീഫയാണ്. അതെ, ആശാനാണ്. കൊച്ചിൻ അനീഫയുടെ നടത്തുകയാണ്. എന്തായാലും പോളണ്ട് ഇന്ത്യ വിഷയം ഇത്തരത്തിലേക്ക് ഈ ഒരു രീതിയിലേക്ക് എന്തായാലും വേറെ ആരും ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പോളണ്ടിനെ കുറിച്ച് രക്ഷമുണ്ടല്ലോ, പോളണ്ട് രക്ഷമുണ്ട്. ഇതിലൊരു രസകരമായിട്ടുള്ള വശമാണ് ഇപ്പൊ ചർച്ചയിൽ വന്നത്. ഈ ഒരു വിഷയത്തിൽ പോളണ്ടിൽ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതും നമുക്കറിയില്ല. They will ignore this thing. എന്ത് ചെയ്യാനാണെന്നേ, നമ്മൾ എന്ത് ചെയ്യാനാണ് പോളണ്ടിൽ പോയിട്ട്? ചിലപ്പോൾ ഇവർ അറിഞ്ഞൂടാ, പോളണ്ടിലെ സെലിബ്രേറ്റഡ് ഫിലിം മേക്കേഴ്സ് ഉണ്ട്, അവരുടെ ഒന്നും സിനിമ കാണിച്ചുകൂടാന്നൊക്കെ ചിലപ്പോൾ ഉത്തരവ് ഇറക്കും കേട്ടോ. റൊമാൻ പോളൻസ്കിയുടെ അല്ലെങ്കിൽ കിസ്ലോവ്സ്കിയുടെ അവരൊന്നും സിനിമകൾ ഇറക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്.